friends, once again welcome to my video blog Ajaytechtips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ്. യൂട്യൂബേഴ്സിനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇത്. പക്ഷേ മറ്റു മലയാളി യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കതൊരു വ്യക്തത പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്താണ് ഏതാണ് അപ്ഡേറ്റ് പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിൻ്റെ പൂരാണ്. നമ്മൾ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇടുന്നത്? ലോങ് വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആക്കിയിട്ടാണ് യൂട്യൂബ് ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നു. ഇത് കൊണ്ടുവരുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് ആ ഡൗട്ട്? നമ്മുടെ അക്കൗണ്ടിൽ തന്നെ സൈൻ ഇൻ ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മുടെ ആഡ് പ്ലേ ചെയ്യും. അങ്ങനെ ആഡ് പ്ലേ ചെയ്താൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയായി മാറും. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ഡിവൈസിൽ നിന്നോ നമ്മുടെ നെറ്റിൽ നിന്നോ അപ്ലോഡ് ചെയ്യുന്ന നെറ്റിൽ നിന്നോ പ്ലേ ചെയ്യാൻ പാടില്ല. യൂട്യൂബ് പോളിസി വയലേഷനാണ്. അപ്പോൾ ഈ ഒരു സംശയം നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ യൂട്യൂബ് ബ്ലോഗർ അത് പറഞ്ഞില്ല. അതിന് മറുപടി പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യാമെന്നേ പറഞ്ഞുള്ളൂ. ഇനി നല്ല കാര്യം എൻ്റെ ഫാമിലിക്ക് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു. വേറൊരു യൂട്യൂബർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇതിൽ പോവാം, കമ്മ്യൂണിറ്റി ടാബിൽ പോവാം, കമ്മ്യൂണിറ്റി ടാബ് അല്ല, ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോവാം. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് പോസ് ചെയ്യുക, നിങ്ങൾ കട്ട് ചെയ്യുന്ന വീഡിയോ. ആ നേരത്തെ എനിക്ക് വേറെ വ്യൂസോ 5 വ്യൂസോ ഒന്നും അതിൽ പ്ലേ ഇല്ല, അത് നഷ്ടമാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കാരണം മോണിറ്റൈസ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്, യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇനിയുള്ള ഈ സ്ക്രീനിൽ കാണാം. അതായത് ഞാൻ യൂട്യൂബിൻ്റെ അവരായിട്ട് ചാറ്റ് ചെയ്യുന്നത്. ഞാൻ ചാറ്റ് ചെയ്തിട്ട് ഇതേ സംശയം ചോദിച്ചു. കാരണം നമുക്ക് എന്ത് കാര്യങ്ങളും ഓതൻറ്റിക്കായിട്ട് ഒരു ഇക്കേനോടും ഒരു ചായനോടും ചോദിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ചെയ്യുക. അല്ലാണ്ട് ഫോറിൻ ചാനൽസ് അത് ചെയ്തു, ഇന്ത്യ ചാനൽസ് ഇത് ചെയ്തു പറഞ്ഞിട്ട് കാണിച്ചിട്ട് അതൊരു അബദ്ധമാക്കി മാറ്റുന്ന പണി എനിക്കില്ല. നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള കണ്ടന്റാണ് അജയ് ടെക് ടിപ്സിലൂടെയും അജയ് വ്ളോഗറിലൂടെയും വരിക. കാരണം ജെനുവിനിറ്റിക്ക് ഞാൻ 100% കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവരായിട്ട് യൂട്യൂബ് സപ്പോർട്ടായിട്ട് ഞാൻ എന്ത് ചെയ്തു? ചാറ്റ് ചെയ്തു. ഞാനിത് എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഓതൻറ്റിക്കായിട്ട് നമുക്കൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല, അല്ലേ? അപ്പോൾ ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതായത് ഞാൻ അവരോട് ചോദിച്ച ചോദ്യം, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അതായത് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ക്ലിക്ക് ചെയ്യുള്ളൂ, അല്ലേ? ഏറി വന്ന 1, 2, 3 പ്രാവശ്യം അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പ്ലേ ചെയ്താൽ അതൊരു ഇഷ്യൂ അല്ല എന്നാൽ യൂട്യൂബിൻ്റെ സപ്പോർട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്, ഇത് എങ്ങനെ ലോങ് വീഡിയോ ഒന്ന് ഷോർട്ട് വീഡിയോ ആക്കണം. അത് നിങ്ങൾ നേരെ എന്ത് ചെയ്യാൻ പോയിട്ട് ഇതൊന്ന് കാണാം. ഏത് കാണാം? നിങ്ങൾ തന്നെ പറയും. ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകല്ലേ? അപ്പം പോവാം. ഓക്കെ. ആദ്യം യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിലേക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ സ്ക്രീനിൽ. അപ്പം ഈ ചാനൽ എടുത്തതിന് ശേഷം ഏത് വീഡിയോൻ്റെ ആണോ, ഞാൻ ഇപ്പോൾ കുറേ വീഡിയോൻ്റെ ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഷോർട്സ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് കാലിക്കറ്റ് കപ്പിൾസ് നല്ലൊരു അടിപൊളി ചാനലാണ്. ഇതെൻ്റെ മോഡൽ ചാനലാണ്, അജയ്. അത് എൻ്റെ അജയ് വ്ളോഗർ ചാനൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ലോങ് വീഡിയോസ് നമുക്ക് എടുക്കാം. അപ്പം ലോങ്ങും ഷോർട്സും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വാട്സപ്പ് U1 സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല പറഞ്ഞൊരു വീഡിയോയുടെ ഞാനിതിവിടെ മ്യൂട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ താഴെ കണ്ടോ റീമിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. എഡിറ്റ് ഇൻ ഷോർട്സ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ വോയിസ് കൂട്ടാൻ ഈ ആ വോയിസ് നിങ്ങൾക്ക് കേൾക്കാം.
എവിടെ നിന്ന് ഏത് വരെ എന്ന് നിങ്ങൾ നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ ചെറിയൊരു ടൈം നിങ്ങൾക്ക് കാണാം. നെറ്റിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുക. ഇത് മൊബൈൽ ഡാറ്റയാണ് ഞാൻ യൂസ് ചെയ്യുന്ന, വൈഫൈ എടുത്തിട്ടില്ല. അപ്പം നെക്സ്റ്റ് എടുത്ത് വൈഫൈയിലോട്ട് മാറട്ടെ. ഈ ഒരു പ്രോസസ്സിംഗ് എന്നാണ് ഷോർട്സിലേക്ക് മാറാം. ഇതിനുശേഷം നമുക്ക് ഇത് ടൈറ്റിലും ടെസ്റ്റും എഫക്ട്സും ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓരോ ദിവസം പുതിയ പുതിയ അപ്ഡേറ്റ്. അപ്പം പണ്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് വ്യൂ വൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തു. പിന്നീട് അവർക്ക് അതെടുത്ത് കുത്തിപ്പൊക്കി വരാൻ പറ്റില്ല. അത് ഇത് ഒരു പ്രാവശ്യം മാത്രം ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തു. അത് ഞാൻ നമ്മൾ പറയാം വ്യൂ വൺസ് എന്ന്. പക്ഷെ അവിടെയും ഞാൻ അജയ് ടെക് ടിപ്സിലൂടെ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വ്യൂ വൺസ് ആണെങ്കിൽ ആ കാണുന്ന നേരത്തെ വേറൊരു സിമ്പിൾ ആണ് അവിടെ കാണാൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൂടെ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് എടുത്തൂടെ? അതിനുള്ള മറുപടി സുഖറണ്ണൻ നമുക്ക് നെക്സ്റ്റ് അടിച്ചു. വാട്സപ്പ് വ്യൂ വൺസ്. SS എന്ന് അടിച്ചു. ഇവിടെ പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം, പബ്ലിക് ആക്കണമെങ്കിൽ പബ്ലിക് ആക്കാം, ഷെഡ്യൂൾ ആക്കണമെങ്കിൽ ഷെഡ്യൂൾ ആക്കാം. ഈ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഹലോ കമൻസ് കൊടുത്തിട്ട് അപ്ലോഡ് ഷോർട്സ് എന്ന് കൊടുത്തു. ഇതിന് ശേഷം നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട്, ഈ സ്റ്റുഡിയോയിൽ പോകുന്ന നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈലിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ബ്രൗസർ എടുത്തിട്ട് studio.youtube.com കൊടുത്തിട്ട് വ്യൂ വെബ്സൈറ്റ് ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം. ഇവിടെ എടുത്തു ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ജസ്റ്റ് സ്റ്റുഡിയോ എടുത്തു. ഇവിടെ പോയിട്ട് വ്യൂ ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾഡ് ആണ്. ഇവിടെ പോയിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാം. ഇതിൻ്റെ പ്ലേലിസ്റ്റിലോട്ടാണ് പോയത്. വീഡിയോ എടുത്തു. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇതിൻ്റെ മോണിറ്റൈസേഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. ഇവിടെ ഓഫാണ് കിടക്കുന്നത്. നമുക്ക് ഇനി മുതൽ ഷോർട്ട് മോണിറ്റൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ നമ്മുടെ സാധാരണ മോണിറ്റൈസേഷന് കൊടുക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ അടിയിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ മോണിറ്റൈസ് ആയി. ഇനി ഇതിനകത്ത് വ്യൂ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിന് വേണമെങ്കിൽ തംബ്നെയിൽ കൊടുക്കണം, തംബ്നെയിൽ കൊടുക്കാം. ഇത് ഞാൻ ഒരു ഷോർട്സ് ഇട്ടതായിരുന്നു, അതിന് തംബ്നെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് യൂട്യൂബേഴ്സിന്. കാരണം ഒരു യൂട്യൂബറും പറയാത്ത കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ എല്ലാ യൂട്യൂബേഴ്സിനും ഷെയർ ചെയ്യുക, യൂട്യൂബർ ആവാൻ പോകുന്നവർക്ക് ഷെയർ ചെയ്യുക, ഷോർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.